PV അൻവർ കേരളത്തിലെ CPIM-നെ തകർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ, അൻവറിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ സഖാക്കൾ രംഗത്തിറങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് അൻവർ പേടിച്ചത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്കിനി ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ഇന്ന് രാവിലെ അൻവർ പറഞ്ഞല്ലോ, എനിക്ക് സെക്യൂരിറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടില്ല. ഇവിടെ ഉള്ള പോലീസുകാരെ തന്നെ പിൻവലിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. എനിക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ അപ്പോഴും ഞാൻ ഈ അങ്ങാടിയിൽ കൂടി ഞാൻ ജനങ്ങൾക്കിടയിൽ കൂടി നടക്കും എന്ന് അൻവർ പറഞ്ഞു. പിണറായിയും പറഞ്ഞിട്ടുണ്ടല്ലോ, അൻവർ അതിന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സമരം നടത്തിയത്? കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഈ സമരമൊക്കെ നടത്തിയിരിക്കുന്നത്? അത് പാർട്ടി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. അതായത് കള്ളക്കടത്ത് വിട്ടൊരു പരിപാടി അൻവറിനില്ല, അത് സത്യമാണ്. ഇന്നലത്തെ പത്രസമ്മേളനം നോക്കിയാലും അദ്ദേഹം മറ്റേ കരിയർമാരെ ധാരാളം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം കാണിച്ചത്. അത് പിണറായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. പിണറായി പറഞ്ഞു മുഖം മറച്ച ഒരാളെ കാണിച്ചു, എന്നാൽ അയാളുടെ മുഖം കാണിച്ചേക്കാം എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ തെളിവൊന്നുമില്ല. ഒരാൾ വന്ന് പറയുകയാണ് എൻ്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി, അതിനെന്ത് തെളിവ്? പക്ഷേ എനിക്ക് നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഇങ്ങനെ കരിയർമാരെയും പൊട്ടിക്കലുകാരെയൊക്കെ പരിചയമുള്ള ആളാണെങ്കിൽ അവരോട് നിങ്ങൾ ഈ സ്വർണം കൊണ്ടുവന്നത് ആർക്കാണ്, എവിടെ നിന്നാണ്, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അൻവറിന് അറിയാമായിരിക്കുമല്ലോ. അൻവറിന് അറിയാമായിരിക്കും. മാത്രമല്ല, അൻവറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അൻവർ ഇത്തരം സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണെന്ന് ശത്രുക്കൾ ആരോപിക്കുന്നുണ്ട്, നമ്മൾ ആരോപിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നെ കള്ളക്കടത്തുകാരനാക്കാൻ ശ്രമിച്ചു എന്ന് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അതെ, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കച്ചവടം ചില പോലീസുകാർ കാരണം അവസാനിക്കുന്നു. ആഫ്രിക്കയിലോട്ട് പോകാനും പറ്റുന്നില്ല, അപ്പോൾ അവിടെ പോകാൻ പറ്റുന്നില്ല, സിയറ ലിയോണിൽ. അപ്പോൾ അങ്ങനത്തെ സ്വർണ്ണ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ P ശശിയെ വിളിച്ചു. P ശശി ഒന്നും ചെയ്തില്ല. അതാണ് വിജയൻ പറഞ്ഞത്. ശശി ഇതിന് സഹായിക്കുമെന്നാണ് അൻവർ ഓർത്തത്. അൻവർ പോയി പണി നോക്കണമെന്ന് ശശി പറഞ്ഞു. ശശിയെ പറ്റി ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാളാണ് ശശി എന്ന് ധരിച്ചു വശായതാണ് അൻവർ. ഈ ശശിയൊക്കെ എനിക്കും അറിയാം. നായനാരുടെ സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ ഞാൻ ശശി ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്. നായനാരുടെ മറ്റേ ക്ലിഫ് ഹൗസിൻ്റെ ഔട്ട് ഹൗസിലാണ് ശശിയും കുടുംബവും താമസിക്കുന്നത്. ഞാൻ നായനാരുടെ വീട്ടിൽ പോകുമ്പോഴും ഇപ്പുറത്ത് കാണും ശശിയെ. അല്ലെങ്കിൽ ഓഫീസിൽ പോവും. ഈ പതിമുഖം എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, വെള്ളം, ഒരു പ്രത്യേക കളർ, ഒരു വയലറ്റ് കളർ, ആ കളർ വെള്ളം ഉണ്ടാവും ശശിയുടെ മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ പതിമുഖം ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ. പക്ഷെ ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ അതെനിക്ക് ശരീരത്തിന് ഗുണമില്ലാതെ വന്നു. ഈ വലിയ ചുമയും ഒക്കെ വരാൻ തുടങ്ങി. അത് ചിലപ്പോൾ ഞാൻ മേടിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ശശിക്ക് നല്ലത് കിട്ടുന്നുണ്ടാവും. അല്ല സാർ, അതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ അൻവർ ആരാന്ന് അൻവർ കരുതിയിരിക്കുന്നത്? പിണറായി വിജയൻ ആരാ? നിങ്ങൾക്ക് എന്തൊക്കെ എതിർ അഭിപ്രായവും പിണറായി വിജയനെക്കുറിച്ചുണ്ടാവാം. പക്ഷെ പിണറായി വിജയൻ വളർന്നു വന്ന ഒരു പാതയുണ്ടല്ലോ, സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഒരു പാതയിലൂടെ വന്ന ആളാണ് പിണറായി വിജയൻ. ഇനി ശശി വളരെ മോശപ്പെട്ട ആളാകട്ടെ, പാർട്ടി നടപടി എടുത്ത് പുറത്താക്കി, അതൊക്കെ അവിടെ മാറ്റി തീർക്കട്ടെ. ശശി CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും ശക്തമായ ജില്ലയാണ് കണ്ണൂർ. അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആവണമെങ്കിൽ ശശിയുടെ മാർക്സിസ്റ്റ് കേഡർ എന്ന നിലയിലുള്ള ഒരു ദാർഢ്യമുണ്ടല്ലോ, മനസ്ഥൈര്യം, അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ ഒരു കോമ്രേഡ്ഷിപ്പ്, അതിനെയൊക്കെ അൻവർ എന്തുകൊണ്ടാണ് അളക്കുന്നത്? അൻവറിന് പറ്റിയ തണ്ടിയൊന്നുമല്ല പിണറായി വിജയനും ശശിയും. അൻവർ എന്താ ധരിച്ചിരിക്കുന്നത്? അൻവർ ധരിച്ച പോലെയൊന്നുമില്ല ശശി. അൻവർ ധരി മച്ച് താങ്ങുന്ന പല്ലിയാണെന്ന് ഓർത്തു. ശശി ഒരു കാലത്തുണ്ടല്ലോ, ഈ പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് മുംബൈയിൽ ജോലിക്ക് പോയ ഒരാളാണ്. അത് കഴിഞ്ഞ് പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചിട്ട് പാർട്ടിയുടെ ഫുൾ ടൈമറാക്കി വളർത്തിക്കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ഒരു കുഴപ്പം പറ്റി. ഒരു മനുഷ്യ സഹജമായ കുഴപ്പങ്ങൾ പറ്റിയിരിക്കാം, നമുക്കറിയില്ല. പാർട്ടിക്കകത്ത് നടപടി ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ നടപടി എടുക്കുന്ന പോലെ അത് എത്രയോ സഖാക്കള് അതിനൊക്കെ ഒരു പെശക് പറ്റിയ ആളെ തൂക്കി കൊല്ലാനൊന്നും പറ്റൂലല്ലോ. നടപടി എടുത്തു, തിരിച്ചു വരുന്നു. കുറച്ച് കൊല്ലങ്ങൾ തന്നെ അദ്ദേഹം ഹൈബർനേഷനിലായി പോയി, രാഷ്ട്രീയമായി അസ്തമിച്ചു പോയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ 2-3 പേരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പുത്തലത്ത് ദിനേശൻ, MV ജയരാജൻ ഒക്കെ നോക്കി. ഇയാള് പ്രിയ വർഗീസിന്റെ ഭർത്താവ് രാജേഷ്, ഇതൊന്നും ഓർമ്മ പോലും ഇല്ല പേര് നമുക്ക്. അതെ. അപ്പോൾ അവര് മുമ്പ് നായനാരുടെ കൂടെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ട്
പാർട്ടിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യം പാർട്ടിക്ക് കാണുമല്ലോ. എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യിക്കാൻ അന്നും ശശിക്ക് പറ്റിയിരുന്നു. അന്നും പറ്റിയിരുന്നു. പ്രത്യേകിച്ച് പോലീസിലെ കാര്യങ്ങൾ മുഴുവൻ അന്നും ശശിയാണ് ചെയ്തിരുന്നത്. പണ്ട് ഇത് എന്തൊക്കെ പറയുമ്പോഴും ഒരു ചൊല്ലുണ്ട്, മാങ്ങയുള്ള മാവിലെ കല്ലേറ് കിട്ടുള്ളൂ. ശശിക്ക് പണിയെടുക്കാൻ അറിയാവും എന്നതുകൊണ്ട് ശശിക്ക് നേരെ കുറേ ആരോപണങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഈ ആരാണ് ഈ അൻവർ? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ദീർഘമായ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന രണ്ടുപേരെ ആക്രമിക്കാൻ, അവരുടെ നേരെ നിന്ന് വിളിക്കാൻ ഈ അൻവർ ആരാ? ഞാൻ ചോദിക്കുന്നത് അൻവർ ഉന്നം വെക്കുന്ന ആരെയൊക്കെയാണ് സാർ? പിണറായി വിജയനെ, ശശിയെ, MR അജിത് കുമാറിനെ, എം വി ഗോവിന്ദനെ, ഇവരൊക്കെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. അതുകൂടിയാണ് റിയാസിനെ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് കാഫിറായി. നമ്മൾ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞു, ഈ റിയാസിനോട് മുസ്ലിങ്ങൾക്ക് വലിയ ദേഷ്യമാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് മൈക്ക് വെച്ച് പ്രസംഗിച്ചത് റിയാസ് വ്യഭിചാരിയാണെന്ന്. വീണയെ കല്യാണം കഴിച്ചത്, വീണയെ മതം മാറ്റിയില്ല, അതുകൊണ്ട് റിയാസിനെ കണ്ടുകൂടാ. അപ്പൊ കാഫിറുകൾക്കെതിരെ ലവ് ജിഹാദിന്റെ മേഖലയിൽ വന്നില്ല. അതെ, കാഫിറുകൾക്കെതിരെ അൻവറിനെ പോലെയുള്ള ചില ആളുകൾ, ചില മാപ്പിളമാർ നടത്തുന്ന ഒരു നെറികെട്ട പച്ച വെളിച്ചത്തിന്റെ രാഷ്ട്രീയമല്ലേ? ആണോ? എൻ്റെ സംശയമാണ്. അതായത് പാർട്ടിയിലെ ചില ആളുകളും അൻവറിൻ്റെ കൂടെ ഉണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ സത്യത്തിൽ ഇതിൻ്റെ അകത്ത് എന്തോ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നാണ് മുഖ്യധാരാ മാധ്യമത്തിലൊക്കെ കണ്ടത്. എൻ്റെ ഓർമ്മയിൽ ആ പത്രസമ്മേളനം മുഴുവൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഉള്ളി തൊലിച്ചതുപോലെ നോ എക്സ്പോഷർ, ഒരു കാര്യവും പുതിയതായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞു. നേരത്തെ ഒളിയാക്രമണമായിരുന്നു, നേരിട്ടുള്ള ആക്രമണമായി. ഗോവിന്ദനെ തള്ളിപ്പറഞ്ഞു, CPM തള്ളിപ്പറഞ്ഞു, റിയാസിനെ കുട്ടപിടിച്ചു, വീണയുടെ പേരും പറഞ്ഞു. ഇതൊക്കെ ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അദ്ദേഹം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലും എതിരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ കേരളം സ്തംഭിച്ചു പോകുന്നത് പോലെ എന്തെങ്കിലും ഒരു അഴിമതിയുടെ വിവരം പിണറായി വിജയനെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് സമ്മതിക്കാതെ വരെയില്ല. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, ഇതുവരെയുള്ള ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വ്യക്തമായി നേരിട്ടുള്ള പിണറായിയെ നേർക്ക് നേർ വിളിച്ച് പരസ്യമായി ഇങ്ങനെ തെറി പറഞ്ഞൊരു ചരിത്രം വേറെയില്ല. ഇല്ല, കുറച്ച് ഇതിൻ്റെ അടുത്ത് വരുന്നത് കുഴൽനാടനാണ്. പക്ഷേ കുഴലിനകത്ത് കയറിപ്പോയി. പക്ഷേ പിണറായിക്കെതിരെ ആദ്യത്തെ വെടി എന്തായാലും സാർ ഓർക്കുന്നുണ്ടോ? അൻവറിൻ്റെ അന്ന് പിണറായി ഇടപെടാതിരുന്നുകൊണ്ടാണ് ഇത്രയും വഷളായത്. തൻ്റെ വീട്ടിൽ നിന്നല്ല തന്നെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് കുറേ ദിവസം എടുത്തു പിണറായി വിജയൻ. അതെ, 20 ദിവസം ഒന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിറ്റേ ദിവസം മുറിപ്പത്തല്ലേ പിണറായി ഇത്തിരി വൈകിപ്പോയി. ഇന്നും ഇപ്പോൾ രണ്ടാമത് ഇറക്കിയിരിക്കുന്നത് ഗോവിന്ദനെയാണ്. അല്ല, പാർട്ടിക്കെതിരെ വിമർശനമുണ്ട്, ഗോവിന്ദനെതിരെ വിമർശനമുണ്ട്. ഗോവിന്ദൻ പറയുന്നത് അടിമയാണെന്ന് പറഞ്ഞു. ഗോവിന്ദൻ അടിമയാണ്, ഒരു കാശിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, പിണറായി ഈ പറയുന്ന അൻവറിന്റെ വീട്ടിൽ നിന്നാണോ കേരളത്തിലെ CPM സെക്രട്ടറി നിയമിക്കുന്നത്? ആരാണ്? അടിമയാണ്, ഇയാൾക്ക് വ്യക്തിത്വം ഇല്ല ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയാൻ ഈ അൻവർ ആരാണ്? അപ്പൊ അത് ഇയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള? അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ TP ചന്ദ്രശേഖരൻ പോലും ഇങ്ങനെ പിണറായി വിജയനെയോ പാർട്ടി സെക്രട്ടറിയോ ഒന്നും ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഈ കത്തോലിക്ക സഭ ഈ സഭയ്ക്കെതിരെ ആര് പറഞ്ഞാലും മിണ്ടില്ലല്ലോ, മൗനമായിട്ടിരിക്കും. രാമകൃഷ്ണ മിഷൻ എന്നോട് രംഗനാഥാനന്ദ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെപ്പറ്റി ആര് പറഞ്ഞാലും ഞങ്ങൾ മിണ്ടില്ല. RSS അങ്ങനെയാണ്. കോൺട്രവേഴ്സ്യലായ കാര്യങ്ങൾ നമ്മുടെ മേഖലയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാർട്ടി ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടുകയാണ് പതിവ്. പണ്ട് ഇവൻ പെണ്ണ് കേസിലാണ് പെട്ടതെന്ന് ആളാക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അൻവറിൻ്റെ കാര്യത്തിൽ നമ്മൾ MV രാഘവൻ്റെ നോക്കുമ്പോൾ MV രാഘവൻ്റെ കാര്യത്തിലും പുറത്താക്കിയിട്ട് വെറുതെ ഒന്നും ഇരുന്നില്ല. ആ കൂത്തുപറമ്പ് വെടിവെപ്പ് ആ സമയത്തൊക്കെ, അത് കഴിഞ്ഞ് DYFIക്കാരെയൊക്കെ ഇങ്ങനെ ഇറക്കി റോഡിൽ തടയുന്നുണ്ടായിരുന്നു. രാഘവനൊക്കെ പിന്നെ സ്വന്തമായിട്ട് പാർട്ടിയൊക്കെ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന കാലത്തൊക്കെ EMS ഒക്കെ രംഗത്തുണ്ടായിരുന്നു. അന്ന് കണ്ണൂർ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ട്, ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുക, രാഘവൻ പോയാൽ പാർട്ടിക്ക് ഒരു ചുക്കുമില്ല എന്ന് EMS പ്രസംഗിച്ചത് ഞാൻ തന്നെ അതിൻ്റെ ശീർഷകോട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ വെറുതെ വിട്ടിരുന്ന ആ ഒരു ശീലത്തിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഗോവിന്ദൻ പ്രവർത്തകർ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അൻവറിനെ. എന്ന് പറഞ്ഞാൽ അൻവർ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൂടാ ഈ നാട്ടിൽ എന്ന് പാർട്ടി തീരുമാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പ്രതിഷേധം പ്രകടിപ്പിക്കുക. അല്ല, അത് മാത്രമല്ല സാർ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മൂല്യങ്ങളൊക്കെ എക്കാലത്തും ഉണ്ട്.
അവർ ഉൾപ്പാർട്ടിക്കകത്തെങ്കിലും വെക്കുന്നു. ഇന്നിപ്പോൾ ചോർന്നു പോയിട്ടുണ്ടാവാം, നമുക്കൊക്കെ ആക്ഷേപമുണ്ട്. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ വായിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരാൾ പാലിക്കേണ്ട ചില മര്യാദകൾ. കാരണം ഇപ്പം നോക്കുമ്പോൾ ഈ അൻവറിൻ്റെ പ്രശ്നം എന്താ? അൻവറിൻ്റെ പ്രശ്നം കള്ളക്കടത്ത് തടയപ്പെട്ടു എന്നുള്ളതാണ്. കള്ളക്കടത്ത് സ്വൈരമായി മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. അതിന് നോക്കൂ സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അൻവറിനോട് കടുത്ത ദേഷ്യമാണ്. അയാൾ ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനകത്ത് ഇയാൾ മതം കൊണ്ടുവന്നു. ഇയാൾ എന്നിട്ട് പറഞ്ഞു പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു. മലപ്പുറം എന്ന് പറഞ്ഞാൽ 90% മുസ്ലിങ്ങളാണ്. എവിടുത്തെ കണക്കാണോ ഇയാളുടെ കയ്യിലുള്ളത്? 90% മുസ്ലിങ്ങളാണ് മലപ്പുറത്ത്. അയാളുടെ സ്വപ്നമായിരിക്കും മലപ്പുറത്ത് 90%, 100% വന്നിട്ട് വാരിയംകുന്നൻ്റെ ഖിലാഫത്തൊക്കെ വരണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അപ്പം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു, മലപ്പുറത്ത് 90% മുസ്ലിങ്ങളാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ പാർലമെൻറ്റിൽ ചോദ്യം വരും, മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് ദോഷമാണെന്ന് പറഞ്ഞ് ഇയാൾ മുസ്ലിം കാർഡ് കളിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഒരു ADGP കേരളത്തിലെ CPM-ൻ്റെ സെക്രട്ടറിയെയും കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇവർ 4 പേരും ഹിന്ദുക്കളായതുകൊണ്ട് ഒരു മുസ്ലിം കാർഡ് ഇറക്കി കളിക്കാമെന്നുള്ള വൃത്തികെട്ട കളി കളിക്കുന്ന വെറും ഒരു 4ാം കിട തേർഡ് റേറ്റ് ചെറ്റയായി അൻവർ മാറിയിരിക്കുന്നു. അൻവർ അങ്ങനെ ഒരു കാർഡ് ഇറക്കുന്നുണ്ടെങ്കിൽ അൻവർ ഈ ഒരു പാർട്ടി ഉണ്ടാക്കാനായിട്ട് ആലോചിക്കുന്നുണ്ടാവാം. ഇപ്പോൾ അങ്ങേർക്ക് MLA സ്ഥാനം രാജിവെച്ചാലേ ഈ പാർട്ടിയൊക്കെ വിമർശിച്ചൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് വേറൊരു പാർട്ടിയിൽ ചേരാൻ പറ്റില്ല. സ്വതന്ത്രൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രൻ എന്നുള്ള മുമ്പ് MA വാഹിദിൻ്റെ കഴക്കൂട്ടത്ത് സ്വതന്ത്രനായിട്ട് ജയിച്ചിട്ട് വാഹിദ് പിന്നീട് കോൺഗ്രസ്സിൽ ചേരാൻ പോവാന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്പീക്കർ നോട്ടീസ് കൊടുത്തു. സ്വതന്ത്രനായിട്ട് ജയിച്ചയാൾ സ്വതന്ത്രനായി തന്നെയാണ് 5 കൊല്ലം നിൽക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പാർട്ടി ചേർന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങേർക്ക് കോൺഗ്രസ്സിലോ ലീഗിലോ സ്വതന്ത്ര MLA ആയിരിക്കുവോളം ചേരാൻ പറ്റില്ല. അതുകൊണ്ട് റൂളിംഗ് അങ്ങനെയുണ്ട്. അതാണ് വാഹിദിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞ. അതാണ് അതിൻ്റെ, അല്ലെങ്കിൽ കൂറുമാറ്റത്തിൽ വരും അത്. അപ്പോൾ അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചിട്ടേ അയാൾക്ക് വേറൊരു പാർട്ടിയിൽ പോകാൻ പറ്റുള്ളൂ, വേറൊരു പാർട്ടി ഉണ്ടാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങേർക്ക് എന്തെങ്കിലും സുനിൽ പറഞ്ഞ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ, അതേപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ, എന്തു മൂല്യം? ബാപ്പ PV ഷൗക്കത്ത് അലി നെഹ്റുവിനെയൊക്കെ ഇയാൾ സ്വയം പറഞ്ഞു ഞാൻ കടന്നൽ രാജയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊരു ധാർഷ്ട്യമായി! അതൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെയൊക്കെ എത്ര നീചമായ ഭാഷ! ഇയാൾ പറഞ്ഞല്ലോ, ഇന്ന് പറഞ്ഞു എൻ്റെ മടിയിൽ കനമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതറിയാം, പെർഫെക്റ്റ് ആണ്. കാരണം കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ DGPക്ക് അറിയാം ഇയാൾ പെർഫെക്റ്റ് ആണോ ഇല്ലയോ. ADGPക്ക് അറിയാം, കൃത്യമായി ഇയാൾ ഭയക്കുന്നുണ്ട്. K. സുധാകരൻ വനം മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് നിലമ്പൂർ കാടുകൾ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. സുധാകരൻ മരം വെട്ടാൻ സമ്മതിച്ചതുകൊണ്ടാണ് അൻവർ ഉണ്ടായത്. കാട്ടുതടി, ഞാൻ പറയുന്നു, കാട്ടുതടി സുധാകരന്റെ ഒത്താശയോടെ വെട്ടിയെടുത്ത് കാശുകാരനായ ആളാണ് അൻവർ. സുധാകരൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു, എന്റെ ശിഷ്യനാണ്. ആണാണ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ അൻവർ അടുത്ത ബക്കറ്റുമായിട്ട്, വീട്ടിൽ പുള്ളിയുടെ സ്ഥിരം സ്റ്റോക്ക് ഉണ്ടല്ലോ, ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ബക്കറ്റുമായിട്ട് വരുമായിരിക്കും, വരട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കയറിയ മേഖലയാണ് സ്വർണം. അതാണല്ലോ സീറ ലിയോണിലും പോയത്. കാരണം സീറ ലിയോണിൽ അറിയപ്പെടുന്ന അവിടുത്തെ ഒരു പത്രത്തിന്റെ എഡിറ്റർ എൻ്റെ സുഹൃത്താണ്, കെവിൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ കാര്യം അന്ന് സീറ ലിയോണിൽ പോയപ്പോൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു കഥാപാത്രം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിൽ ഒരു വെട്ട് കിട്ടി, ഈ സ്വർണം വഴി അടഞ്ഞു പോയി. പിന്നെയുള്ളത് മലപ്പുറത്തെ പരിപാടിയാണ്. ഇത്തവണത്തെ ശശി ആ സീറ്റിൽ വന്ന ശേഷം, പുത്തലത്തുകാരനും രാകേഷ് പിന്നെ അതിനൊന്നും കൊള്ളില്ലല്ലോ. ശശി വന്ന ശേഷം ഇദ്ദേഹത്തിന്റെ പണി നടക്കുന്നില്ല, അധോലോക കള്ളക്കടത്ത് ബന്ധങ്ങൾ നടക്കുന്നില്ല. സാർ, മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമുക്ക് വിശ്വാസം. മുഖ്യമന്ത്രി നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ട്. അദ്ദേഹം പറയുന്നു അൻവറിന് കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. അതുമാത്രമാണ് അൻവറിന്റെ പ്രശ്നം. അതിൽ ശശി സഹായിച്ചില്ല. ഇല്ല, അൻവറിന്റെ ശശി പിണറായി വിജയനോട് ചോദിക്കുമല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് ദൈനംദിനം ഇയാൾ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമല്ലോ. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ അൻവർ നടത്തിയ പത്രസമ്മേളനങ്ങളിലെ അത് തന്നെ അൻവർ പ്രതിയാകാനുള്ള വിഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നന്നായിട്ട് അത് പരിശോധിച്ചാൽ മാത്രം മതി. എന്തൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട്. അദ്ദേഹത്തിൻ്റെ പൊട്ടിപ്പോയ സംഘത്തിലെ കരിയർമാരെയാണല്ലോ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വരെ അദ്ദേഹത്തിന് നമുക്ക് ഒരു കരിയർ പോലും പരിചയമില്ല. ഇദ്ദേഹത്തിന് നല്ല പരിചയമുള്ള അത്തരം ആളുകളൊക്കെയാണ്. അതുകൊണ്ട് ഇദ്ദേഹം കുറച്ച് പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഭീഷണിപ്പെടുത്തിയാലും ഒരു കരിയർ വന്നിട്ട് പോലീസുകാർക്കെതിരെ സംസാരിക്കും. അത്തരം ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളല്ല ഇന്നലെ വന്നതെന്നുള്ളത് നമുക്ക് വലിയ കാര്യം പോലെ LCD പ്രൊജക്ടർ വെച്ച് കാണിക്കുന്നു. ഇതൊക്കെ ആർക്കും പറ്റും. അൻവറുടെ ധാരണ അൻവർ അന്ന് പറയുന്നത് കടന്നൽ രാജായാണെന്നാണ്. തേങ്ങയാണ്, തേങ്ങ. ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിയെ കള്ളക്കടത്തിന് സഹായിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന മകളെ വരെ പറയുന്നത്. പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വന്നപ്പോഴാണ്. ഇത് വ്യക്തിപരമായി ഒരു കാര്യവുമില്ല. വീണയെ സംബന്ധിച്ച് ഒരു മാസപ്പടി വിവാദം എന്നുള്ള ആരോപണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ കേസിൽ അൻവർ എന്തിനു വീണയെ പിടിച്ചുകൊണ്ട് വരുന്നു? അൻവർ ആ 5 മിനിറ്റ് മുഖ്യമന്ത്രിയുടെ മുറിയിൽ 5 മിനിറ്റിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ശശിയിരിക്കുന്ന അടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇവിടെ ഇരിക്കുന്ന അവനാണ് കുഴപ്പം. അവനാണ് ഇവരുടെ ഭാഷ എല്ലാവരെയും ഇവൻ കാരണം 25-30% പ്രവർത്തകരും ജനങ്ങളും നിങ്ങളെ വെറുത്തിരിക്കുന്നു എന്ന് പിണറായി എന്നിപ്പം പറയാൻ ആലോചിച്ച് കാണും. പിണറായിയുടെ മുന്നിൽ ഇതൊന്നും പറയാൻ ഈ പറയുന്ന ഈ അൻവറിക്കൊക്കെ ഒരു ധൈര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് ബാക്കി ഭാഗങ്ങളിൽ തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ കടലാസ് കൊടുത്തു, വായിച്ചു പുള്ളി. വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് മുഖം നോക്കിയപ്പോൾ മനസ്സിലായി എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഈ വാചകത്തിന്റെ കാര്യം അല്ല, ഈ ആരെയും കറി എടാ അവനെന്നൊക്കെ വിളിക്കാൻ ആരാണ് ഈ അൻവർ? ഇത് കേരളത്തിൽ അങ്ങനെ ലൈസൻസ് വല്ല കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരെ അദ്ദേഹം ഇങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. ഒരു തരത്തിൽ CPM-നും പിണറായിക്കും ഇത് കിട്ടണം. കാരണം ഓരോരുത്തരെ എടുത്ത് ഒക്കത്തെടുക്കുമ്പോൾ അവൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കണം. ഇനി നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം മുമ്പും ചർച്ചകളിൽ, ഇത് പിണറായിയെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും വലിയ രാഷ്ട്രീയ വിജയമാണ്. എന്താണെന്ന് വെച്ചാൽ പാർട്ടി കുറേ നാളായിട്ട് മറ്റേ മതപ്രീണനം നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടി അല്ല എന്ന് തെളിയുന്ന മുഹൂർത്തമാണ്. അല്ല, അതുകൊണ്ട് കൂടിയാണ് അൻവറിനെ പോലുള്ള വൃത്തികെട്ടവന്മാരെ തള്ളി പറയാൻ CPM തയ്യാറാവുന്നതുകൊണ്ടാണ് നമുക്കും ഇപ്പോൾ CPM-നോടും പിണറായി വിജയനോടും ഒരു വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും തോന്നുന്നു. ഇത് കുറച്ച് നേരത്തെ വേണ്ടിയിരുന്നു. CPM ആലോചിക്കണം, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇതുപോലത്തെയുള്ള വർഗീയ വിഷവിത്തുക്കളെ, കള്ളക്കടത്തുകാരെ, മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ താൽക്കാലികമായി നമ്മുടെ കൂടെ ചേർത്തിട്ട് ചെറിയ വിജയങ്ങൾ ഉണ്ടാക്കിയാൽ അവർ നാളെ പാർട്ടിക്ക് നേരെ പീരങ്കി വയ്ക്കുമെന്നതിൻ്റെ തെളിവാണിത്. അൻവർ മാത്രമല്ല, ആ സമയത്ത് ഇങ്ങനത്തെ ഒരു 5 പേരെ എടുത്ത് മലബാറിൽ മുസ്ലിം ലീഗിനെതിരെ ഇട്ട് പണിയാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എടുത്തു വെച്ചിരുന്നു. ഇവരൊക്കെ പണച്ചാക്കുകളാണ്. അല്ലാതെ ഇപ്പോൾ ഗോവിന്ദൻ പറയുകയാണേ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രമൊന്നും അറിയില്ലെന്ന്. അത് എടുത്തു വെക്കുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ? 2 തവണ ജയിച്ചതല്ലേ. ഏതായാലും പാർട്ടി CPM തെറ്റുപറ്റും തിരുത്തും, തെറ്റുപറ്റും തിരുത്തും, അങ്ങനെ പോകുന്ന പാർട്ടിയാണ്. തിരിച്ചറിവുണ്ടാവും, പിന്നെ അബദ്ധം പറ്റും. ഏതായാലും ഈ തെറ്റിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണം. ഇത് അപകടകരമായൊരു തെറ്റാണ്. ഒരു തരത്തിലും പാർട്ടിയുടെ വർഗ താല്പര്യങ്ങളോടും പ്രത്യയശാസ്ത്രങ്ങളോടും താല്പര്യമില്ലാത്ത മതജീവികളെ താൽക്കാലിക നേട്ടത്തിനായി കൂട്ടുപിടിച്ചാൽ CPM-ന് ഇതിലും വലിയ അപകടം വരും. ഏതായാലും അൻവർ, ഞാൻ നേരത്തെ ഒരു ടോക്കിൽ നമ്മൾ പറഞ്ഞു, അൻവർ ഒരു വിഷവിത്താണ്, മരമായിട്ടില്ല. അത് കരിച്ചു കളയണം. അത് കരിച്ചു കളയാൻ കേരളത്തിലെ പാർട്ടിയും സർക്കാരും തയ്യാറാവുമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടും. അതാണ് ആഹ്വാനം. പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഹ്വാനമാണ്. നമുക്കത് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.